ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പീറ്റർ ബർഗ് പറഞ്ഞതാണ് ഈ വാചകം. നമ്മൾക്കെല്ലാം ആകാംക്ഷയുണ്ട്, നമ്മുടെ ഭാവി എങ്ങനെ ആകാം, എങ്ങനെ ആകും. അതിനുവേണ്ടി നാം പല മാർഗങ്ങൾ നോക്കുന്നുണ്ട്. ജ്യോതിഷനെ കാണും, പത്രങ്ങളിലും മാസികകളിലുമുള്ള ജ്യോതിഷ പങ്ക്തികളൊക്കെ വായിക്കും, ഹസ്തരേഖക്കാരനെ നോക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവി നമുക്ക് പ്രവചിക്കാൻ കഴിയും, നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിന് എന്തൊക്കെ ചെയ്യണം, അതാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ ഭാവി സൃഷ്ടിക്കാൻ, നമ്മുടെ ഭാവി പ്രവചിക്കാൻ ആദ്യം നാം സ്വപ്നം കാണണം. ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ വിജയങ്ങളും ആദ്യം ഉണ്ടായത് മനുഷ്യൻ്റെ സ്വപ്നങ്ങളിലാണ്. ആ സ്വപ്നങ്ങളിലുള്ള കാര്യങ്ങൾ പിന്നീട് യാഥാർത്ഥ്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് എന്താണോ ഭാവി വേണ്ടത്, ഭാവിയിൽ നാം എന്താകാൻ ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് നാം സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ വെറുതെ കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് അറിവ് നേടണം. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ സംഗതികൾ ഒത്തുവരണം എന്ന് അറിവുകൾ നേടണം. അറിവുകൾ നേടാൻ ഇന്ന് വളരെ എളുപ്പമാണ്. ഇൻ്റർനെറ്റ് യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. നെറ്റിലൂടെ നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് അറിവുകൾ കിട്ടും. നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് പരമ്പരാഗതമായ രീതിയിൽ തന്നെ അറിവുകൾ നേടാനുള്ളൊരു ഏറ്റവും നല്ല മാർഗമാണ്. അങ്ങനെ വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും പിന്നീട് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്യുന്നത് ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്യരുത്. ഈ വിഷയത്തിൽ, നാം സ്വപ്നം കാണുന്ന വിഷയത്തിൽ നമ്മളെ എത്തിക്കാൻ കഴിയുന്ന ആളുകളുമായി നാം ചർച്ച നടത്തണം. അതിനുവേണ്ടി ഒരു നല്ലൊരു മെൻറ്ററെ കണ്ടുപിടിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അത് ഉചിതരായ മെൻറ്ററായിരിക്കണം. നമ്മളെ പെരുവഴിയിലാക്കുന്ന മെൻറ്ററാകരുത്. അങ്ങനെ ഒരു മെൻറ്ററെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലെത്താൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ എന്താണ് വേണ്ടത്? ആദ്യം സ്വപ്നം കാണണം. പിന്നെ അതിനു വേണ്ടിയുള്ള സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കണം, അറിവുകൾ നേടണം. ഇങ്ങനെ പദ്ധതികളും പ്ലാനുകളും അറിവുകളും സ്വപ്നങ്ങളും കൊണ്ട് നമുക്ക് നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും, നമ്മുടെ ഭാവി സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. എല്ലാവർക്കും അവരുടെ ഭാവി പ്രവചിക്കാനും സൃഷ്ടിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.